ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ അക്വേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇത് അക്വേറിയസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻ, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ബാധിക്കില്ല. നിങ്ങളുടെ ലൈഫിനെ മാച്ച് ചെയ്യണ മെസ്സേജസ് എടുക്കുക, മറ്റേതൊക്കെ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഒരു സെഷൻ വേണം വെച്ചാൽ, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഒരു അഡ്വൈസ് ഗൈഡൻസ് വേണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പക്ഷേ ഇത് ഒരു പെയ്ഡ് സെഷൻ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവണം വെച്ചാൽ ആ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, എന്തായിരിക്കും ഫ്യൂച്ചർ ആക്ഷൻ, ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം എന്താണ്, നമ്മൾക്ക് ഇതൊക്കെ ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ അക്വേറിയസ്, എന്താണ് നിങ്ങളുടെ ഓവറോൾ എനർജി എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, അക്വേറിയസിൻ്റെ ഓവറോൾ എനർജി ക്വീൻ ഓഫ് കപ്സ് ആയിട്ടാണ് വന്നിരിക്കണേ. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ഫോർ ഓഫ് സോർഡ്സ്, നിങ്ങൾ രണ്ടാളുടെയും കറണ്ട് സിറ്റുവേഷൻ 4 ഓഫ് വാൻഡ്സ്. അപ്പോൾ 4 ഓഫ് വാൻഡ്സ് ഇവിടെ ഒരു നല്ല ഗുഡ് ന്യൂസിൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് വരാൻ പോണത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഇവിടെ മാരേജിൻ്റെ എനർജിയിലേക്ക് പോണു. അപ്പോൾ എന്തോ ഒരു കല്യാണം നിശ്ചയമില്ല വെച്ചാൽ ഒരു പ്രപ്പോസലിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ ഈ 4 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്, ഇതൊരു സെലിബ്രേഷൻ്റെ എനർജിയാണ്. അയ്യോ, സെലിബ്രേഷൻ പറയുമ്പോഴേക്കും 5 ഓഫ് വാൻഡ്സ് വന്നു. അപ്പോൾ എന്തോ ഒരു സെലിബ്രേഷൻ ഉണ്ട്, പക്ഷെ എന്തോ ഒരു വഴക്കുണ്ട്, എന്തോ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ട്, തേർഡ് പാർട്ടി ഇൻ്റർഫിയറൻസ് ആയിരിക്കാം. ഇവിടെ 3 ഓഫ് വാൻഡ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഞാൻ കാണുന്നത് നിങ്ങളുടെ തമ്മിൽ നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. പക്ഷെ ഇവിടെ എന്തോ ഒരു വേറെ ഇഷ്യൂ ഉണ്ട്. ഇപ്പോൾ ഈ ഇഷ്യൂ ഫാമിലി ഇഷ്യൂ ആവാം, അതല്ല വെച്ചാൽ ഫ്രണ്ട്സോ ഇല്ല വെച്ചാൽ വേറെ നിങ്ങളുടെ എക്സ് ഇല്ല വെച്ചാൽ അവരുടെ എക്സ്, എന്തോ അങ്ങനെ ഒരു ഇഷ്യൂ. ഓക്കെ, എന്തോ ഒരു തേർഡ് പാർട്ടി ഇൻ്റർഫിയർ ചെയ്യുന്നുണ്ട് ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ രണ്ടാളും വെയിറ്റ് ചെയ്യണു. ഈ സിറ്റുവേഷനിലെല്ലാം ശരിയാവും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണു. ഒന്നും ഇപ്പോൾ ഒരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ താല്പര്യം ഉണ്ടാവില്ല. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ടുണ്ടാവില്ല. ഞാൻ കാണുന്നത് നിങ്ങളുടെ എനർജി ക്വീൻ ഓഫ് കപ്സ് ആണ്. അപ്പോൾ ക്വീൻ ഓഫ് കപ്സ് ഒരു വാട്ടർ സൈൻ ആണ്, പൈസീസ്, കൻസ്, സ്കോർപ്പിയോ. പക്ഷേ ഇത് കുറേ ലവിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഈ പേഴ്സൺ കുറേ ഇഷ്ടമാണ്, കുറേ ഇമോഷൻസ് ഉണ്ട് ഇവിടെ. ജസ്റ്റിസ് എനർജി, ഇവിടെ ലീഗൽ സിറ്റുവേഷൻ, ലീഗൽ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സൻ്റെ കൂടെ ഒരു മാരേജ്, ലോങ് ടേം റിലേഷൻഷിപ്പ് പ്ലാൻ ചെയ്യായിരിക്കും. ലവേഴ്സ്, നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ നിങ്ങൾ മാരീഡ് ആണ് ആൻഡ് ഇതൊരു തേർഡ് പാർട്ടി ആവാം. ഓക്കെ, എന്താ വെച്ചാൽ ലവേഴ്സ് ഒരു ചോയ്സിൻ്റെ എനർജിയാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി മാരീഡ് ആണ് വെച്ചാൽ ഈ പേഴ്സണിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം, ഇതൊരു തേർഡ് പാർട്ടി ആവാം. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. എന്താ വെച്ചാൽ നിങ്ങൾക്ക് 2 ആൾക്കാരുണ്ട് ലൈഫിൽ, 2 പാർട്ട്നേഴ്സ്. ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 4 സോഴ്സ്. അപ്പോൾ ഇവിടെ ഞാനൊരു സെപ്പറേറ്റഡ് എനർജിയാണ് കാണുന്നത്, ഹീലിംഗിൻ്റെ എനർജിയാണ് കാണുന്നത്. ഫൂൾ എനർജി, ഇവിടെ ഒരു പുതിയ തുടക്കത്തിൻ്റെ എനർജി ഉണ്ട് ഈ പേഴ്സൻ്റെ ലൈഫിൽ. എന്തോ ഒരു പുതിയ ബിഗിനിങ് ഉണ്ടാവാൻ പോണു, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരാൻ പോണു. ഇവരുടെ ലൈഫിൽ അവരുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്താ ഉണ്ടായേ പാസ്റ്റിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോർഡ്സ്, ഹെർമിറ്റ് എനർജി, 10 ഓഫ് കപ്സ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഇവിടെ നൈറ്റ് ഓഫ് സോർഡ്സ് ഒരു ക്വിക്ക് റിയാക്ഷൻ്റെ എനർജിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തോ ഒരു സിറ്റുവേഷൻ മുമ്പോട്ടേക്ക് പോവാൻ തുടങ്ങുമായിരുന്നു. പക്ഷെ എന്തോ ഒരു വഴക്കുണ്ടായി, ഇല്ല വെച്ചാൽ എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായി, എന്തോ ഒരു ഇമ്പൾസീവ് എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ രണ്ടാളുടെ ഇടയ്ക്ക് വഴക്കായി ഉണ്ടാവും.
നിങ്ങൾ രണ്ടാളും എന്തോ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രശ്നമായിട്ടുണ്ടാവും. അതിൻ്റെ കാരണം ഇവിടെ ഞാനൊരു സെപ്പറേഷൻ ആണ് കാണുന്നത്. 10 of Cups ഒരു ഹാപ്പി റിലേഷൻഷിപ്പ് ആണ് ഇവിടെ. അപ്പോ പാസ്റ്റില് ഒരു പേഴ്സൺ മാരിഡ് ആയിരുന്നു എന്ന് മറ്റേ പേഴ്സണ് ചിലപ്പോൾ അറിയണ്ടായിരുന്നില്ല, അങ്ങനെയും ആവാം. നിങ്ങൾ രണ്ടാളും ഒരു ഓഫീസിൽ തന്നെ ആയിരിക്കും ജോലി ചെയ്യുന്നുണ്ടാവുക, അങ്ങനെ ആയിരിക്കും നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ കുറേ നെഗറ്റിവിറ്റി ഉണ്ട്, കുറേ മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്, കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു പാസ്റ്റിൽ. അപ്പം നിങ്ങളുടെ ഇപ്പോഴത്തെ എനർജി, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 10 of Swords ആണ്. നിങ്ങൾ ആക്ച്വലി ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ടോട്ടലി ലൈക്ക് ഒരു റീകൺസിലിയേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടാവുമോ എന്ന് നിങ്ങൾക്ക് അറിയില്ല. പറഞ്ഞാൽ ഇവിടെ ഒരു ബിട്രയലിൻ്റെ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എവിടെയോ നിങ്ങൾ കുറേ ഹാർട്ട് ബ്രോക്കൺ ആണ്, ഡിസപ്പോയിൻറ്റഡ് ആണ്. നിങ്ങൾ ടോട്ടലി ഇവിടെ ഒരു ബ്രേക്കപ്പ് ആയി കഴിഞ്ഞിട്ട് ഒരു ഡിപ്രസ്ഡ് എനർജിയിലാണ്. നിങ്ങൾ ഈ പേഴ്സണെ മാനിഫെസ്റ്റ് ചെയ്യണോ? ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 8 of Wands ആണ്. അവർ മുമ്പോട്ടേക്ക് പോകാൻ നോക്കണു, പക്ഷെ ഇടയ്ക്ക് അവർ നിങ്ങളുടെ സോഷ്യൽ മീഡിയനെ ചെക്ക് ചെയ്യും. അവർക്കൊരു ഇൻക്വിസിറ്റീവ്നെസ് ഉണ്ട്, ക്യൂരിയോസിറ്റി ഉണ്ട്, അത് നിങ്ങളുടെ ലൈഫിൽ എന്താ ഇപ്പോൾ നടക്കണമെന്ന് അറിയില്ല. അപ്പം നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡും ആവാം. അതല്ല നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തോ ഡിസപ്പോയിൻമെൻ്റ് ആയോ നടക്കുന്നുണ്ടാവും. പറഞ്ഞാൽ വേറെ എന്തോ കാര്യത്തിൽ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാവുമ്പോഴാണ് നിങ്ങൾ ഈ പേഴ്സണെ മീറ്റ് ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ Knight of Cups ആണ്. നിങ്ങൾ ഈ പേഴ്സണെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണം എന്നുണ്ട്, അവരെ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടാവും. ഈ പേഴ്സണും റീകൺസിലിയേഷൻ വേണം നിങ്ങളുടെ കൂടെ. ഒന്നുമില്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് ആയാലും മതി. അപ്പം നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ Ace of Pentacles. നിങ്ങൾ ഇവർക്ക് എന്തോ ഒരു ഓഫർ കൊടുക്കാൻ പോണു, ഒരു സ്റ്റേബിൾ ഓഫർ. ഈ പേഴ്സൻ്റെ ആക്ഷൻ Queen of Pentacles. അവരുടെ സൈഡിൽ നിന്നും ഞാൻ കാണുന്നത് കുറേ സ്റ്റെബിലിറ്റി ഉണ്ട്. അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്നുണ്ട്. അതുമാതിരി അവരും റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ ഇവർക്ക് എന്തോ ഓഫർ കൊടുക്കുന്നുണ്ട്, പക്ഷെ ഒരു പേടിയുണ്ട്, ഇവർ റിജക്റ്റ് ചെയ്യുമോയെന്ന് അറിയില്ല നിങ്ങൾക്ക്. ഔട്ട്കം ഇവിടെ എന്താണ്? ഔട്ട്കം ഡെത്ത്. അപ്പം എന്തോ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ ഒരു പുതിയ തുടക്കമുണ്ട്, ഒരു പുതിയ ബിഗിനിങ് ഉണ്ട്. എംപ്രസ് എനർജി ഉണ്ട് ഇവിടെ. എംപ്രസ് എനർജി അബണ്ടൻസിൻ്റെ എനർജിയാണ്, കുറേ പ്രോസ്പെറിറ്റി വരണ എനർജിയാണ്. ഇവിടെ ഒരു പേഴ്സൺ മാരിഡ് ആണ്, കുട്ടികളുണ്ട്. മറ്റേ പേഴ്സൺ ഡിവോഴ്സ്ഡ് ആയിരിക്കാം. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ചില ഇഷ്യൂസ് ഉണ്ട്, ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ അത് ഉണ്ടായാലും നിങ്ങൾ തൽക്കാലം മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. പക്ഷെ ഇതിൻ്റെ ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക നിങ്ങൾക്ക് ഇതുവരെ അറിയില്ല. എന്താ വെച്ചാൽ ഇവിടെ ഒരു കൺഫ്യൂഷൻ അതാണ്. ഇത് വർക്കാവോ ഇല്ലേ അതറിയില്ല. പക്ഷെ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ റീകൺസൈൽ ചെയ്യണു. ഹീലിംഗ് ഫാമിലി ഇഷ്യൂസ്, യുവർ ലവ് ലൈഫ് ബെനിഫിറ്റ്സ് ആസ് യു ഫർഗിവ് യുവർ പേരൻസ്. അപ്പം ഇവിടെ എന്തോ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവും നിങ്ങൾ രണ്ടാളുടെ ലൈഫിൽ വെച്ച്. നിങ്ങളുടെ ലൈഫിൽ അൺറിക്വയർഡ് ലവ്, there's not enough chemistry or attraction to keep this relationship going. അപ്പം എവിടെയോ ഇത് അൺറിക്വയർഡ് ലവ് ആയിട്ട് വരണു എന്ന് വെച്ചാൽ ഇതിൽ ഒരു ഫ്യൂച്ചർ ഉണ്ടാവോ എന്നാണ് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കേണ്ടത്. റിലീജിയസ് ഫാക്ടേഴ്സ്, ഇവിടെ ചില റിലിജിയൻ ഇഷ്യൂസും ഉണ്ടാവാം. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ റീഡിങ്. ഇവിടെ ഞാൻ സയൻസ് കാണുന്നത് ജെമിനൈ, എക്വേരിയസ് ഉണ്ട്, ലീബ്ര, ടോറസ്, സ്കോർപ്പിയോ. അപ്പോൾ അങ്ങനെ കുറേ സയൻസ് ഇവിടെ കാണാണ്ട്, ഏരീസ്, വെർഗോ. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഇത് റെസൊനേറ്റ് ചെയ്ത് വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ കോൺടാക്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരിക. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.